ക്രിസ്തുമസിന് പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതൊന്നും ഒരു പുതുമയല്ല. എന്നാൽ കടലിന്റെ നടുക്ക് കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നാലോ? തിരുവനന്തപുരം മരിയനാട് കടലിലാണ് ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾ ചേർന്ന് പുൽക്കൂടും കൂറ്റൻ ക്രിസ്മസ് ട്രീയും ഒരുക്കിയത്. രാത്രിയായാൽ കടലിന്റെ വിശാലതയിൽ ആ ക്രിസ്മസ് ആഘോഷങ്ങൾ കാണുന്നതും ഒരു ഭംഗി തന്നെ. അസ്തമയ സൂര്യൻ കടലിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ മരിയനാട് കടലിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ തുടക്കമായി. വിവിധ വർണ്ണങ്ങളിൽ വൈദ്യുതി ദീപാലങ്കാരങ്ങളാൽ തെളിയിച്ച ക്രിസ്തുമസ് ട്രീയും പുൽക്കൂടിലെ ഉണ്ണിയേശുവും കടലിന്റെ ഓളങ്ങളിൽ ഒഴുകുന്ന സുന്ദര കാഴ്ച. എല്ലാ വർഷവും കരയിൽ പുൽക്കൂടൊരുക്കുമെങ്കിലും വ്യത്യസ്തമായൊരാശയം മുന്നോട്ട് വെച്ച സന്തോഷത്തിലാണ് മരിയനാട്ടിലെ യുവാക്കളും. ഇത് ഇപ്പോൾ എല്ലാവരും കരയിലോട്ട് ചെയ്തിട്ടുണ്ട് ട്രീ. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഇവിടെ കടലിലോട്ട് ചെയ്തതാണ് ഞങ്ങൾ. എല്ലാം കൂടി ഒരു 3 ലക്ഷം രൂപയായി. ഞങ്ങൾ എല്ലാം കൂടി പയന്മാരായിട്ടാ പൈസ. എല്ലാവരും പയന്മാർ ഷെയർ ചെയ്ത് ഒരു 4000 വെച്ച് ഇട്ടു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ കൈകൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പള്ളീൻ്റെയും ഇടവകയുടെയും നാട്ടുകാരുടെ സഹായം ചോദിച്ചായിരുന്നു. ഇത് മരിനാട് ഇടവക, കടിഞ്ഞംകുളം മരിനാട് ഇടവക. ഞങ്ങളിതിപ്പം പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ 2 മാസമായി. 2 മാസത്തിന് മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇതിപ്പോഴാണ് കറക്റ്റായി തീർന്നത്. എല്ലാ കാര്യം 2 മാസം പിടിച്ചെല്ലാം കൂടി കരയിൽ നിന്ന് നിർമ്മിച്ച് കടലിൽ കൊണ്ടെല്ലാം സെറ്റ് ചെയ്തായിരുന്നു. കൂറ്റൻ ടാങ്കറുകൾ ചങ്ങാട രൂപേണ വരിവരിയായി നിരത്തി അതിനു മുകളിലാണ് ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒരുക്കിയിരിക്കുന്നത്. വൈദ്യുത ദീപാലങ്കാരങ്ങൾക്ക് പുറമെ രാത്രിയിൽ കടൽ തീരത്തെത്തുന്ന ആളുകൾക്ക് മറ്റു മനോഹരമായ കാഴ്ചകളും മരിയനാട് ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 3 ലക്ഷത്തോളം രൂപ ചെലവിൽ തീരത്ത് നിന്നും 1 കിലോമീറ്റർ അകലെയായിട്ടാണ് ക്രിസ്തുമസ് ട്രീ സ്ഥാപിച്ചിട്ടുള്ളത്. ക്രിസ്മസ് അവസാനിച്ച് ന്യൂ ഇയർ വരെയാണ് കടലിൽ ഈ ആഘോഷങ്ങൾ ഒരുക്കിയത്. മരിയനാട് കടപ്പുറത്ത് അസ്തമയത്തിനു പുറമെ നല്ലൊരു രാത്രിയും കൂടി സമ്മാനിക്കുകയാണ് ഇവിടുത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ. ക്രിസ്മസ് ആഘോഷങ്ങൾ മരിയനാട് കടലിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രയോടും ആദർശനോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.